ഹായ് ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ യൂട്യൂബിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ വരെ ടെർമിനേറ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാം. പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് കോപ്പിറൈറ്റ് ആയിരിക്കാം, റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലർ സ്ട്രൈക്ക് തരുന്നതാകാം. എന്നാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഏറ്റവും അപകടകരമായ എന്ന് വെച്ചാൽ സ്ലോ പോയിസൺ എന്ന് പറയുന്ന ഡിലീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പർപ്പസ് ആണ്. ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു കോപ്പി റൈറ്റ് വരികയോ ഒരു സ്ട്രൈക്ക് വരികയോ അല്ലെങ്കിൽ മറ്റെന്ത് വരികയോ ചെയ്താലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വന്നാലും ഒരുപക്ഷെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാനൽ അങ്ങോട്ട് ടെർമിനേറ്റ് ആയെന്ന് വരില്ല. നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ റീയൂസ്ഡ് കണ്ടന്റുകൾ ഒരുപാട് ഇട്ടുന്ന മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് അപ്പീൽ ചെയ്യാനും അപ്ലൈ ചെയ്യാനും രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട്. നമ്മൾ മറ്റൊരാളുടെ വീഡിയോസ് എടുത്തിടുകയും അവർ നമുക്ക് സ്ട്രൈക്ക് തരികയുമാണെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവരെ നേരിട്ട് വിളിച്ച് ആ സ്ട്രൈക്ക് ഒഴിവാക്കിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് പോവുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യമാണ് ഈ സ്ലോ പോയിസൺ എന്ന് പറയുന്ന ഈ ഡിലീറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെ പലരുടെയും ചാനൽ ഫ്രീസ് ആവാൻ കാരണം അതാണ്. ഞാനിത് ഇന്ന് തന്നെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയാം, നമ്മുടെ ഇന്നൊരു സുഹൃത്ത് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നതായിരുന്നു. അപ്പൊ അയാൾ ഒരു പ്രൊഫഷണൽ ആൽബം സോങ്സ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെയും ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ആൽബം സോങ്സുകളൊക്കെ എഴുതുക എന്നുള്ളതൊക്കെ, ഒരുപാട് ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കുക എന്നൊക്കെ. അപ്പൊ ഒരുപാട് സിംഗേഴ്സ്, ഇപ്പൊ പ്രൊഫഷണൽ സിംഗേഴ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ഒരുപാട് പ്രൊഫഷണൽ സിംഗേഴ്സിനെ എനിക്കറിയാം ഈ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സിംഗർ തന്നെ ബാക്കിയുള്ള സിംഗേഴ്സിനുള്ള ആ ഒരു വ്യൂസോ കാര്യങ്ങളോ അയാൾക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അയാൾ അതിനുവേണ്ടി നല്ല നല്ല കണ്ടന്റുകൾ ഇടുന്നുണ്ട്, നല്ല നല്ല എന്തിട്ടാലും ആൾക്കാർ കാണുന്നു, അയാൾക്കറിയാം. പക്ഷെ അയാളുടെ ചാനലിൽ ആളുകൾ കാണുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു കംപ്ലൈന്റ്. അപ്പൊ ഷറഫെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, ഇതിൽ എന്തെങ്കിലും സെറ്റിങ്സ് ഞാൻ ചെയ്തു വെക്കേണ്ടതുണ്ടോ? അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സെറ്റിങ്സ് അങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് നമ്മൾ കണ്ടന്റ് ഇടുമ്പോൾ കുറേ സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ്, എങ്കിലും ഞാൻ ചാനലൊക്കെ വാങ്ങി നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് അതിൽ കണ്ടെത്താൻ ഒരു കുഴപ്പങ്ങളും കണ്ടിട്ടില്ല. ഈ പറയുന്ന പോലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വെരിഫിക്കേഷനും കാര്യങ്ങളും മോണിറ്റൈസേഷനും അതും ഇതൊക്കെ എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ അയാളോട് ഓരോന്നായി ചോദിക്കുമ്പോൾ അയാളുടെ ഒരു മെയിൻ ഹോബി എന്തെന്ന് വെച്ചാൽ ചില പാട്ടുകൾ അത്യാവശ്യം നല്ല ക്യാഷ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന മറ്റു സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കുന്നതും അത് വീഡിയോ ആൽബമായി എടുക്കുന്നതും അത്തരം കണ്ടന്റുകൾ അയാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണത്. പിന്നെ ആരും കണ്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇടും. അപ്പൊ ചിലപ്പോ ഒരു 5000-10,000 വരെയൊക്കെ എത്തും. പക്ഷെ അയാളുടെ ആ ഒരു സിംഗേഴ്സിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് ഒരു 10,000-ഓ 5,000-ഓ അല്ല പോവേണ്ടത്. അപ്പൊ ഇയാൾക്ക് ഇത് 500-ഉം 1K ഒക്കെ ആകുമ്പോൾ അയാൾക്ക് സങ്കടമാണ്. ഇത് എത്ര ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരാണല്ലോ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അയാൾ ഷോർട്സ് ഇടുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ വീണ്ടും ഇത് തന്നെ ഡിലീറ്റ് ചെയ്യും, വീണ്ടും ഇടും. അപ്പൊ ഈ ഡിലീറ്റിങ്, അപ്പൊ ഞാൻ അയാളോട് സംസാരിച്ചപ്പോ അയാള് വേറെ ഒന്നും എനിക്ക് കിട്ടില്ല. പക്ഷെ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇടക്കൊക്കെ. ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നീട് അത് ഇടാറുള്ളത്. കാരണം അയാൾ എന്നോട് പറഞ്ഞൊരു ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇടാറുള്ളത്. ഡിലീറ്റ് ചെയ്യാതെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ടാൽ റീയൂസ്ഡ് ആവില്ല ഷറഫോ, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ ഏറ്റവും സ്ലോ പോയ്സൺ ആയിട്ടുള്ള കാര്യമാണ് ഡിലീറ്റിംഗ് എന്ന് പറയുന്നത്. പല ഷോർട്ട് വീഡിയോസും നന്നായിട്ട് കയറി പോകുന്ന സമയത്ത് ഇതുപോലെ ഫ്രീസായി നിൽക്കാറുണ്ട്. പ്രധാന കാരണം ഡിലീറ്റ് ആണ്. പല വീഡിയോസും ഇതുപോലെ നന്നായി കയറി പോകുന്ന സമയത്ത് ഇടയിൽ നമ്മൾ 2, 3, 4 ഡിലീറ്റിംഗ് ആണ് ചെയ്യും. അപ്പോഴും നമ്മുടെ ചാനൽ ഫ്രീസ് ആവാൻ കാരണമുണ്ട്. അതും ഡിലീറ്റ് ആണ്. റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ ചിലപ്പോൾ നമുക്ക് 10ഉം 20ഉം ചിലർക്ക് 100ഉം 200ഉം കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്യാനുണ്ടാവും. പക്ഷെ അവർക്ക് ക്ഷമയില്ല. അവരൊക്കെ ചെയ്യുന്ന ഒറ്റ ബട്ടണിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പോവാണ്. അങ്ങനെ ചെയ്യരുത്. 3 മാസം നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. ഈ 3 മാസം നിങ്ങൾ മാക്സിമം കണ്ടന്റ് ഇടാൻ ശ്രമിക്കുക. ഈ കണ്ടന്റ് കയറാൻ വേണ്ടി ഇടുന്നതല്ല. ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ ട്രാഫിക്കിൽ അഗാധമായിട്ടുള്ള ഒരു മുറിവേൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് അവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ അപ്പീലൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അപ്ലൈ ഒക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യണം വെച്ചാൽ 3 മാസം സമയമുണ്ട്. ദിവസം 2 കണ്ടന്റോ 1 കണ്ടന്റോ ഇടൂ. എന്നിട്ട് 90 കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് നിങ്ങൾക്ക്. 2 കണ്ടന്റ് ഇടുന്ന ദിവസം 1 കണ്ടന്റ് ഡിലീറ്റ് ചെയ്യൂ.
അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോവാ. അല്ലാതെ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്തോടെ ചാനലൊക്കെ എനിക്ക് ഇതുപോലെ ഒരു ലേഡി സുഹൃത്ത് ഉണ്ടായിരുന്നു. അവർക്ക് ഇതേപോലെ ചാനലിൽ ഇപ്പോഴും 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 4 ലക്ഷം ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കാമായിരുന്നു, പക്ഷെ അവരോട് ഞാൻ വീഡിയോ അതിന്റെ ഒരു അനുവാദം ചോദിച്ചിട്ടില്ല. 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ റീയൂസഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോസ് അങ്ങോട്ട് ഇട്ടു. ഇതന്നെ ഈ സംഭവം, ഈ റീയൂസഡ് ആയിട്ടുള്ള ഈ ഷോർട്ട് വീഡിയോസ് അങ്ങോട്ട് കയറി കൊളുത്തി അത് 28-30 മില്യൺസ് ആൾക്കാർ കണ്ടു എന്നുള്ളതാണ്. ആ 28-30 മില്യൺസില് എവിടേക്കോ ഉള്ള ആൾക്കാരാണ്. അത് ഒരു എഞ്ചിന് വർക്ക് ചെയ്യുന്ന, ഒരു ഒറ്റ ടയറിലുള്ള ഒരു എഞ്ചിൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോസ് ഒക്കെയാണത്. അപ്പൊ അത്തരത്തിൽ 2-3 വീഡിയോസ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ മില്യൺസ് കിട്ടിയത്. അപ്പൊ ഈ ഒരു മില്യൺസ് കിട്ടിയതനുസരിച്ച് സബ്സ്ക്രൈബേഴ്സും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ലേ. അപ്പൊ ഈ സബ് ഇങ്ങനെ കൂടി ഏതൊക്കെയോ സ്ഥലത്തുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ പിന്നീട് ഈ നമുക്ക് ഈ ക്യാഷ് വരുന്ന അതേ സമയത്താണല്ലോ ഈ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള യൂട്യൂബ് നമ്മുടെ കഴുത്തിൽ പിടിക്കുന്നത്. ഈ കറക്റ്റ് അവരുടെ ആ ക്യാഷ് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് റീയൂസഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു വന്നു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചപ്പോൾ നമ്മളോട് ഓക്കെ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് റീയൂസഡ് കണ്ടന്റ് ഉണ്ട്. അഫ്കോഴ്സ് ഈ പിന്നെ ഇത്രയും മില്യൺസ് കയറിയിട്ടുള്ള ആ ഒരു സാധനവും റീയൂസഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് ഡിലീറ്റ് ചെയ്യണം. ആ ഒരു കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത തുടങ്ങി അവരുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഇന്ന് എന്ന് പറഞ്ഞ ഏകദേശം 1.5 വർഷത്തോളമായി അവരൊരു പക്ഷേ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർ ഇതിൽ വന്ന് കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പൊ 1.5 വർഷമായി അവരുടെ വീഡിയോസ് ഒരു 1K കടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വലിയ ആഘാതമാണ് അവിടെ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. അപ്പോ പ്രിയപ്പെട്ടവർ, ഞാൻ ഈ ഡിലീറ്റ് എന്നിങ്ങനെ പറയുന്നത് വീണ്ടും എടുത്തു പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വീഡിയോസ് അപ്പൊ ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പലരും ചെയ്യുന്നത് അപ്ലോഡ് ചെയ്ത് ശരിയായില്ല, എഡിറ്റ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും. ഞാൻ തമ്പനയിൽ ചേർത്തത് ശരിയായില്ല, ഒന്നും കൂടെ ഇടാം, വ്യൂസ് ഇല്ല എന്നൊക്കെയാണ്. ഒരു മെയിൻ വീഡിയോസ് കുറച്ച് സ്റ്റക്കായി നമുക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോസ് അധികം ഒരു 10 അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, പിന്നീട് അങ്ങോട്ട് ചാടുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യരുത്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈ ആയിട്ടുള്ള ഒരു കൗണ്ടിങ്ങിലേക്ക് ചാടാനുള്ള ഒരു പുറപ്പാടാണ്. അതിന് മുന്നേ ആയിട്ടുള്ള ഒരു സ്റ്റക്ക് ആയിട്ടുള്ള നൃത്തമായിരിക്കും. നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു വൈറൽ കണ്ടന്റ് ആണ് ഡിലീറ്റ് അടിച്ച് കളഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഇത് എന്താണല്ലോ, ഒരു സിനിമ ഇറക്കും പോലെ തന്നെ നമ്മളൊരു കണ്ടന്റ് ഇടുന്നു, അത്ര തന്നെ. അത് ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ റിലീസ് ആവുന്നത് പോലെ അന്നത്തെ ദിവസം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞു, കുറെ ആൾക്കാർ കണ്ടു, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കണ്ടേ ഉള്ളൂ, അതിന്റെ റിസൾട്ട് കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത സിനിമയിലേക്ക് പോവാന്ന് പറഞ്ഞ പോലെ അടുത്ത വീഡിയോസിലേക്ക് നമ്മൾ ഇനി പോവാ, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ഡിലീറ്റുകളും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം അൺലിസ്റ്റഡ് ആക്കി വെച്ച് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അൺലിസ്റ്റഡ് ആക്കി വീഡിയോ അപ്ലോഡ് ഫസ്റ്റ് ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് പബ്ലിക് ബട്ടൺ അമർത്തി സേവ് ചെയ്യേണ്ട. നിങ്ങൾ യൂട്യൂബിലാണോ അല്ലെങ്കിൽ YT സ്റ്റുഡിയോയിലാണോ എവിടെയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അറിയില്ല, എവിടെയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ആ സ്ഥലത്ത് നോക്കിയിട്ട് അവിടെ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. അൺലിസ്റ്റഡ് ആക്കി വെച്ചതിന് ശേഷം പതുക്കെ സമയമെടുത്ത് ആലോചിച്ച് ക്യാപ്ഷൻ എഴുതിയതിനു ശേഷം നല്ല ഡിസ്ക്രിപ്ഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾ അവിടെ ഹാഷ്ടാഗ് ഇട്ടോളൂ. അങ്ങനെ ഓരോന്നായിട്ട് കൊടുത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് ഉറപ്പ് വന്നോ, ഓക്കെ അവിടെ വെക്കൂ. ഇപ്പോഴും പബ്ലിക് ആക്കാറായിട്ടില്ല, തമ്പനയിൽ കൊടുത്തിട്ടില്ല, മറന്നിട്ടുണ്ട്. അപ്പൊ തമ്പനയിൽ കൊടുക്കൂ. ഓക്കെ, ഹാഷ്ടാഗിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 3 ഹാഷ്ടാഗ് നല്ല പ്രധാനപ്പെട്ടതായിരിക്കണം, അത് അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എടുത്ത് മേലേക്കിടൂ. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഓക്കെ, അയ്യോ ദേ കാണുന്നു ക്യാപ്ഷനിൽ ഒരു അക്ഷരപ്പശ കൊണ്ട്, ഓക്കെ അത് മാറ്റൂ, എല്ലാം മാറ്റി. ഓക്കെ, ഇപ്പൊ പക്ക 100% ഓക്കെ ആണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രം പബ്ലിക് ബട്ടൺ അമർത്തി സേവ് ചെയ്താൽ മതി. അല്ലാതെ എടുപുടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാ. ഇന്ന് തന്നെ ഈ വീഡിയോസ് നാട്ടുകാരെ കാണിക്കണം, നിങ്ങൾ വാശി പിടിക്കരുത്. ഇന്ന് വീഡിയോസ് ഇല്ലേ, വിടൂ, നാളെ ഇല്ലേ, വിടൂ, മറ്റന്നാൾ ഇടൂ. നേരെ മറിച്ച് ഈ ചാടി മറിഞ്ഞു ഈ കഷ്ടപ്പെട്ടതൊക്കെ ഒറ്റയടിക്കുക. അതുപോലെ വളരെ കഷ്ടപ്പെട്ട് കുക്കിംഗ് വീഡിയോസും ഒക്കെ ചെയ്യുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ പാവമാണ്. കാരണം പാവപ്പെട്ട വീട്ടമ്മമാരൊക്കെ ചില 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ചൂടും സഹിച്ച് അവർ വീഡിയോസ് എടുക്കുന്നു. അതും മാത്രമല്ല, ഈ ചട്ടിയിലേക്ക് വരെ കറക്റ്റ് ആയിട്ട് ഒരു പക്ഷെ അവര് ക്യാമറ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി അത് കറക്റ്റ് ആയിട്ട് വരണം. ഈ ഉണ്ടാക്കുന്ന സാധനം കറക്റ്റ് ആയിരിക്കണം, ടേസ്റ്റ് നന്നായിരിക്കണം. എന്നിട്ട് അത് കഷ്ടപ്പെട്ട് ഇരുന്നിട്ട് കട്ട് ചെയ്ത് അത് കഷ്ടപ്പെട്ട് വീഡിയോസ് ആക്കണം. ഈ വീഡിയോസ് ആക്കി ഇതെല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും അവർ കഷ്ടപ്പെട്ട്. പക്ഷെ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സമയമില്ല, ഈ നോക്കാൻ സമയമില്ല, ക്യാപ്ഷൻ ഇട്ടുക്കണമെന്ന് നോക്കാൻ സമയമില്ല, ഇതിനുള്ള സമയമില്ല. പെട്ടെന്ന് അവർക്ക് ഇന്ന് തന്നെ
ആരെയോ തോൽപ്പിക്കുന്നുണ്ട് പോലെ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യണം, ഇന്നില്ലെങ്കിൽ നാളെ ചെയ്താൽ മതി, നോ പ്രോബ്ലം, അവിടെ കിടക്കട്ടെ. നമ്മൾ നമുക്ക് തന്ന എല്ലാ ഓപ്ഷനുകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ടും കേറിയില്ലേ, അത് വിധി. നേരെ മറിച്ച് നമ്മൾ ഓപ്ഷൻ കൊടുത്തില്ല, നല്ലൊരു തമ്പനയിൽ കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല, കേറിയില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവും, ഓക്കെ ഇത് പലതും കൊടുക്കാനിട്ടാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്പൊ ഒരു ഡിലീറ്റിനുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിൽ ഏറ്റവും സ്ലോ പോയ്സൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഒരു യൂട്യൂബിന്റെ വളർച്ചയെ തളർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വൈറസ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമായി വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.